ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുന്നു. ഭയങ്കര ആശ്ചര്യ കുട്ടിക്ക്. കേരളം എന്തൊരു മാറ്റാണ് മാറിയിട്ടുള്ളത്. ന്യൂയോർക്കിനേക്കാളും നല്ല റോഡാണല്ലോ. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ അപ്പ കാണും മാർക്ക്. സംശയം, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ കുളമ്പാറുള്ള മാനസിക ആശുപത്രിയിലെ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല സലീമിന് അറിയാമല്ലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ, കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇല്ലാത്ത കഥകള്, അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തവണ ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണാട്ടാ. ഇവനെ കൊന്നാലാ? കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. അപ്പൊ ഞാൻ മേഴ്സിനോട് ചോദിച്ചു, ഹൈദരാബാദിൽ ഡൽഹിയിൽ വന്നു, ഞാൻ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അതിനോട് പ്രശ്നം ചേട്ടാ, വേറെ ഒന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡ് പുരസ്കാരം കൊടുത്തിട്ട് 8 സ്വർണ്ണ പന്തുകളാണ്. ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ കിട്ടി? എന്തിന്റെ കുഴപ്പമായത്? അയ്യപ്പ സ്വാമിയുടെ സ്വർണം കെട്ട എന്റെ ബാലൻഡ് പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, പോവാ. അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരും ഡൽഹിയല്ലാതെ. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ.